കുറിച്ചാണല്ലോ ചർച്ച. എന്തെങ്കിലും പറയാനുള്ള ഒരു തിരുവനന്തപുരത്തോട്ടൊന്ന് പോയി നോക്കി നോക്ക്. നല്ല പൂ പോലത്തെ റോഡുകളല്ലേ എവിടെയുള്ളത്. ദ റിയൽ സ്മാർട്ട് റോഡ്. ഈ സ്മാർട്ട് സിറ്റി പദ്ധതി പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ ഒരു അഭിമാനകരമായ പ്രോജക്റ്റാണ്. അയ്യടാ, കേന്ദ്രത്തിന്റെ പദ്ധതിയാ. നോക്കിയിരുന്ന ഞങ്ങളുടെ സർക്കാർ ഇപ്പൊ സമ്മതിച്ചു തരും. കൊട്ടും മേളവും തുടങ്ങട്ടെ. സ്മാർട്ട് സിറ്റി റോഡിന്റെ ഉദ്ഘാടന മാമാങ്കം ആരംഭിക്കട്ടെ. എന്റെയും നിങ്ങളുടെയും പണം ഉപയോഗിച്ച് കൊടുത്ത പരസ്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ചുള്ള ഒരു ധ്വനിയുമില്ലാതെ പദ്ധതി സ്വന്തം പേരിലേക്ക് ആക്കി തീർത്തുകൊണ്ടുള്ള വളരെ വലിയ കാപട്യമാണ് കേരളത്തിന്റെ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ളത്. ശോഭേച്ചി, ഒരു മിനിറ്റ്, ഇവിടെ വേറൊരു പ്രശ്നം സോൾവ് ആക്കാനുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് നല്ല റോഡൊക്കെ കിട്ടി. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. ക്രെഡിറ്റിന്റെ കാര്യം തന്നെ വിഷയം. BJP-കാരല്ല പ്രശ്നം, ഇത് സ്വന്തം പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെയാണ് പ്രശ്നം. തദ്ദേശ വകുപ്പിന്റെ 19 കോടി എടുത്തിട്ടാണ് സ്മാർട്ട് സിറ്റിയുടെ ഈ റോഡ് പൂർത്തിയാക്കിയത്. പക്ഷെ ഉദ്ഘാടനത്തിന്റെ ടൈം ആയപ്പോ നൈസായിട്ട് രാജേഷ് ഏട്ടനെ ഫ്ലെക്സിന്ന് ഒഴിവാക്കി. രാജേഷ് ഏട്ടൻ അപ്പന്നെ മുഖ്യമന്ത്രിക്ക് പോയി പരാതി കൊടുത്തു. പത്രങ്ങളിൽ നൽകിയിരിക്കുന്ന പരസ്യം എത്ര അവഹേളനാപരമാണ്. സത്യസന്ധതയോ നീതിയോ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളോട് പുലർത്തുന്നതിൽ യാതൊരുവിധ പ്രതിബദ്ധതയും കാട്ടാത്തൊരു സർക്കാരാണ് ഈ കേരളത്തിൻ്റെത് എന്ന് ഇതിൽ പരം എന്താണ് ഒരു തെളിവ് വേണ്ടത്? വെറുതെ അല്ലേ മുഖ്യമന്ത്രി ഒന്ന് ഉദ്ഘാടനത്തിന് വരേണ്ടിരുന്നത്. രാജേഷ് ഏട്ടൻ പോയി പരാതി പറഞ്ഞതും പെട്ടെന്ന് മുഖ്യമന്ത്രിക്ക് ജലദോഷം പിടിച്ചു. ഒന്നുമില്ലെങ്കിലും കേന്ദ്ര സംസ്ഥാന ഫണ്ടിന് പുറമെ തദ്ദേശ വകുപ്പിന്ന് ഇത്രയും കണ്ടമാനം കോടി ഉറുപ്പിക കിട്ടിയതല്ലേ. അപ്പൊ ഒരു ഫ്ലെക്സിലെങ്കിലും ഞങ്ങളുടെ രാജേഷ് ഏട്ടന്റെ ഒരു ഫോട്ടോ എങ്കിലും ഉൾപ്പെടുത്തായിരുന്നില്ലേ? എല്ലാം പിണറായി വിജയന്റെ എന്റെ തല, എന്റെ മുഖം, എന്റെ കൈ, എന്റെ കാല്, ഇതെല്ലാം പിണറായി വിജയനും മരുമകനും മാത്രം വെക്കുകയാണ്. ഈ ദേശീയപാത മുഴുവൻ എന്റെ മകൻ മരുമകൻ, എന്റെ തല മരുമകന്റെ തല, ഇതാണ് ഇവിടെ നടക്കുന്നത്. തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇവിടെ കുറെ നാളായിട്ട് ദേശീയപാതയുടെ വികസനത്തിന്റെ കാര്യത്തിലും ക്രെഡിറ്റ് യുദ്ധം നടക്കാണല്ലോ. ഈ കലക്കൂട്ടം മുതൽ മഞ്ചേശ്വരം വരെ കിടക്കുന്ന റോഡ് മുഴുവൻ നവീകരിക്കുന്നത്, ദേശീയപാത വികസിപ്പിക്കുന്നത് മോദി സർക്കാരാണ്. അയ്യടാ, അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. കേന്ദ്രം എപ്പോഴും കേരളത്തിന് സാമ്പത്തികമായി ഞെരുക്കിയിട്ടേ ഉള്ളൂ, എപ്പോഴും അവഗണിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളുടെ കേരളത്തിന് ശീലം. സോ ദേശീയപാത വികസനത്തിന്റെ എല്ലാ ക്രെഡിറ്റും ഞങ്ങളുടെ കോംറേഡ്സ് മൊത്തത്തോടെ ഇങ്ങ് എടുക്കാണ് കേട്ടോ. ദേശീയപാതയുടെ വികസനം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള വികസന പ്രവർത്തനം, തലപ്പാടി മുതൽ തിരുവനന്തപുരം വരെയുള്ള വികസന പ്രവർത്തനം 2024 അവസാനത്തോടുകൂടി പൂർത്തീകരിക്കാൻ ആകും. 2025 പൂർത്തീകരിക്കാനാകും. 2-3 വർഷം മുമ്പ് റിയാസേട്ടൻ പറഞ്ഞ ആ സ്വപ്ന പൂർത്തീകരണം ഒന്ന് കണ്ടു നോക്കൂ. ഒരു ജീനിയസ് ആണെന്ന് ഇവിടെ പലരും മനസ്സിലാക്കാൻ പോന്നു. എന്റെ മനസ്സാണിത്. അമ്മയെന്ന് വിളിച്ച ഞാൻ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും അക്ഷീണ പ്രയത്നത്തിന്റെ ഫലമായി ഉണ്ടായ ദേശീയപാത വികസനമാണ് കണ്ടത്. റോട്ടിൽ കൂടെ മനുഷ്യന് നടക്കാൻ പേടിയാവാണ്. 3-4 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലവർഷം വരും. അതിനു മുന്നേ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? കേരളത്തിന്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം പോയ ആടിപ്പോളി റോഡ് ഉണ്ടാക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് എന്തായി? സർവീസ് റോഡും കൽഭിത്തിയും താൽക്കാലികമായി ഉണ്ടാക്കിയ റോഡും എന്തിനേറെ പറയുന്നു, ദേശീയപാത വരെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാണ്. ഇതിലൊന്നും ആർക്കൊന്നും പറയാനില്ലേ? ഇപ്പൊ ഫ്ലെക്സ് വെച്ചിരിക്കുന്ന ആരുമില്ല. ഇതിന്റെ ഉത്തരവാദിത്തമൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഉത്തരവാദിത്തം. അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് ഈ ഹൈവേ പണിതു എന്നതിന്റെ പേരിൽ രാജ്യം മുഴുവൻ ആഘോഷിക്കുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല, സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമില്ല, കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തമില്ല എന്നാണ് പറയുന്നത്. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും ദേശീയപാത വികസനത്തിന്റെ കാര്യത്തില് ഇത് ഞങ്ങളുടെ റോഡാ, ഞങ്ങളുടെ വികസന, ഞങ്ങളുടെ വിയർപ്പാന്നൊക്കെ പറഞ്ഞ് ക്രെഡിറ്റിന് വേണ്ടി തലങ്ങും വിലങ്ങും മത്സരിച്ചിരുന്നവര് ഒരു മഴ വന്നപ്പോഴത്തേക്കും റോഡ് മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞു വീണപ്പോ മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോ പൂവേരിക്കും എന്നുള്ള ആറ്റിറ്റ്യൂഡിലായി. ആരുമില്ല, ക്രെഡിറ്റ് അടിച്ചവർ ആരുമില്ല. രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു ഇത് കേന്ദ്ര സർക്കാരിന്റെ ദേശീയപാതയാണ്. അപ്പോ ക്രെഡിറ്റിന് വേണ്ടി ഇത്രയും നാളും യുദ്ധം നടത്തിയവരോടാണ്. അതെ, ഈ റോഡൊക്കെ സാധാരണക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ലോ, നിങ്ങൾക്കും കൂടി വേണ്ടിയുള്ളതല്ലേ. സ്വന്തം ജീവനില്ലെങ്കിലും കൊതിയുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് റെഡിയാക്കി തന്നാല് വലിയ ഉപകാരം.